ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വാക്യം അറിയാത്ത ആരും തന്നെ ഇവിടെയില്ല. കാരണം ഇത് മറിയ പറഞ്ഞ വാക്കുകളാണ്. എലിസബത്തിനെ കുറിച്ചും മറിയെക്കുറിച്ചും. എലിസബത്തിനെ കുറിച്ചാണ് അന്ന് വിവരിച്ച് പ്രസംഗിച്ചത്. ഇന്ന് മറിയെക്കുറിച്ചും കൂടെ പറയണമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായ ദൈവനിയോഗം. നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും നമ്മൾ കൊണ്ടുവരാൻ പോവുക. ഇസ്രായേലിയ സ്ത്രീകൾ അവരുടെ അമ്മമാരും അപ്പന്മാരും പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ തലമുറയിൽ ക്രിസ്തു ജനിക്കും, സ്ത്രീയുടെ സന്തതിയായി തന്നെ ജനിക്കും. അത് നിങ്ങളിലും ആകാം. ആ സ്ത്രീകൾ വളരെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട്, കർത്താവേ നിന്റെ പ്രവൃത്തിക്കായി എന്നെ തിരഞ്ഞെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ മറുപടി മറിയയുടെ ലൈഫിൽ വെളിപ്പെട്ടു വന്നതാണ് ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം. അവിടെ അവൾ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് എഴുതിയിരിക്കുക, അവൻ്റെ കരുണ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ആ വചനം ധ്യാനിക്കാനായിട്ട് 35-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണം. വായിച്ചെങ്കിലേ നമുക്ക് ആ വാക്യം നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ മറിയനടുക്കൽ ദൂതൻ വന്നേച്ച് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പനും അമ്മയും ഇട്ട പേര് മറിയെന്ന, പക്ഷെ കർത്താവ് ഇട്ട പേര് കൃപ ലഭിച്ചവളെ എന്ന. സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കർത്താവ് നിങ്ങളെ ഒരു ഓമന പേരിടണമെന്നൊക്കെ? സ്തോത്രം. അപ്പനും അമ്മയിട്ട പേരിനകത്ത് നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല, പേടിക്കുകയൊന്നും വേണ്ട. അപ്പനൊരു പേരിടാൻ പറഞ്ഞാൽ മതി. ചില വീട്ടിലൊക്കെ ചില പിള്ളേർക്ക് പേരുണ്ടെങ്കിലും അപ്പനും അമ്മയും വിളിക്കുന്ന ഓമന പേരുണ്ട്. സ്തോത്രം. പപ്പി മോള്, കുട്ടുമോള്, കുട്ടുമോന്, സ്തോത്രം, മുത്ത്, ചക്കര, ഇങ്ങനെയൊക്കെ. നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത പോലെ എന്നെ നോക്കുന്നു ഇല്ലേ? ഇതുപോലെ ദൈവം വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി പേരെ ദൈവം ഓമന പേരിട്ടിട്ടുണ്ട്. ദാനിയേലിന്റെ അടുക്കൽ ചെന്ന് പ്രിയ പുരുഷനായ, ദൈവയുടെ പേര് പ്രിയ പുരുഷൻ. അപ്പം ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സ്തോത്രം. അപ്പോൾ അവൾ ചോദിച്ചു, ഇത് എന്തൊരു വന്ദനം? ഇന്ന് വരെ കേൾക്കാത്തൊരു വന്ദനം. അവളോട് പറയുകയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ അവൾ ചോദിക്കുക, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ കൊടുക്കാൻ മറുപടി. സ്തോത്രം. അതാ വായിച്ചു കേട്ടത്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെ നിൽക്കാൻ പോവും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും.